സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. SSCRT ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിന്റെ കർത്താവ് ആര്? അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിന്റെ കർത്താവ് ആര്? കാളിദാസനാണ്. കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തളം എന്നതൊരു നാടകമാണ്. കർത്താവ് ആരാണ്? കാളിദാസൻ. കാളിദാസൻ രചിച്ച പ്രസിദ്ധമായ കാവ്യമാണ് കുമാരസംഭവം. കുമാരസംഭവം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ കാളിദാസനാണ്. മൃച്ഛഘടികം എന്ന നാടകം രചിച്ചത് ആര്? മൃച്ഛഘടികം എന്ന നാടകം രചിച്ചത് ശൂദ്രകനാണ്. ശൂദ്രകൻ. മൃച്ഛഘടികം എന്നത് നാടകമാണ് എന്നതും നോട്ട് ചെയ്യുക. മൃച്ഛഘടികം രചിച്ചത് ശൂദ്രകൻ. ഭാസൻ രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണ്? ഭാസൻ. സ്വപ്നവാസവ ദത്തം. സ്വപ്നവാസവ ദത്തം എന്ന നാടകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഭാസനാണ്. സ്വപ്നവാസവ ദത്തം നാടകമാണ് രചിച്ചത് ഭാസൻ. ത്രികാണ്ഡി എന്ന വ്യാകരണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ത്രികാണ്ഡി എന്ന വ്യാകരണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഭർതൃഹരിയാണ്. ഭർതൃഹരി. അമരകോശം എന്ന നിഘണ്ടു രചിച്ചത് ആര്? അമരകോശം എന്ന നിഘണ്ടു രചിച്ചത് ആരാണ്? അമരസിംഹമാണ്. അമരസിംഹൻ. അമരകോശം എന്ന നിഘണ്ടു രചിച്ചത് അമരസിംഹൻ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ആസാം പണിക്കാർ എന്ന കവിത എഴുതിയത് ആര്? ആസാം പണിക്കാർ എന്ന കവിത എഴുതിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് ആസാം പണിക്കാർ. കവിതയുടെ പേര് ആസാം പണിക്കാർ. വയോജനങ്ങൾക്ക് സഹായങ്ങൾക്കും പരാതികൾക്കുമായുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? വയോജനങ്ങൾക്ക് സഹായങ്ങൾക്കും അതുപോലെ പരാതികൾക്കുമായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 145667 എന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. 145667 എന്നത് വയോജനങ്ങൾക്ക് സഹായങ്ങൾക്കും പരാതികൾക്കുമായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ്. വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ വർഷം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏത്? 1809 ആണ്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. വർഷം 1809. കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏത്? കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. KSUM. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരളത്തിലെ സംരംഭങ്ങൾക്കും വികസനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമായുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 2006 ആണ്. 2006. ഇനി അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച ഏജൻസി ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ രൂപീകരിച്ച ഏജൻസി ഏത് എന്ന് ചോദിച്ചാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ച വർഷം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിതമായ വർഷം 1907 ആണ്. 1907. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് നിർമ്മിച്ചത് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്.
ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ചത് റൂർക്കലയാണ്. റൂർക്കല. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യമേത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ബ്രിട്ടനാണ്. ബ്രിട്ടൻ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നേവി മുംബൈ ആണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നേവി മുംബൈ. ഉത്തര റെയിൽവേയുടെ ആസ്ഥാനമോ? ഉത്തര റെയിൽവേ ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച വർഷം 1998 ജനുവരി 26-നാണ്. 1998 ജനുവരി 26-നാണ് കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ചത്. 1998 ജനുവരി 26. അടുത്ത ചോദ്യം, രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം? സർദാർ വല്ലഭായ് പട്ടേൽ എവിടെയാണ്? അഹമ്മദാബാദാണ്. അഹമ്മദാബാദ്. ജൂമിംഗ് എന്ന കൃഷിരീതി നിലവിലുള്ള സംസ്ഥാനം? ജൂമിംഗ് എന്ന കൃഷിരീതി നിലവിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശ്. ഖൈബർ ചുരം ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ്. ഖൈബർ ചുരം ഏതെല്ലാം രാജ്യങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി മൗണ്ട് K2 ആണ്. മൗണ്ട് K2 അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി നുബ്ര നദിയാണ്. നുബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. നുബ്ര നദി. ഗർണിക്ക എന്ന പെയിന്റിംഗ് വരച്ചത് ആര്? ഗർണിക്ക എന്ന പെയിന്റിംഗ് വരച്ചത് ആര്? പാബ്ലോ പിക്കാസോയാണ്. പാബ്ലോ പിക്കാസോയാണ് ഗർണിക്ക എന്ന പെയിന്റിംഗ് വരച്ചത്. പാബ്ലോ പിക്കാസോയാണ് ഗർണിക്ക എന്ന പെയിന്റിംഗ് വരച്ചത്. സിവാലിക് പർവ്വതനിരകൾക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേര്? സിവാലിക് പർവ്വതനിരകൾക്ക് ലംബമായി കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതമേറിയതുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേരാണ് ഡൂണുകൾ. ഡൂണുകൾ. ഗംഗാ നദി ബംഗ്ലാദേശിലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. പത്മ. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ എന്നാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഗോദാവരി നദിയാണ്. ഗോദാവരി നദി. ഹിരൺ, ബഞ്ചർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബഞ്ചർ എന്നിവ നർമ്മദ നദിയുടെ പോഷക നദികളാണ്. ഹിരൺ, ബഞ്ചർ എന്നിവ നർമ്മദ നദിയുടെ പോഷക നദികളാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം? ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനൽ. നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത്? നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിന്റ്. നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തെക്കേ അറ്റം
ഇന്ദിരാ പോയിന്റ്. കേരളത്തിൻ്റെ തീരപ്രദേശം ഉൾപ്പെടെ വലിയ നാശനഷ്ടം വരുത്തിയ സുനാമി ഉണ്ടായത് എന്നാണ്? കേരളത്തിൻ്റെ തീരപ്രദേശം ഉൾപ്പെടെ വലിയ നാശനഷ്ടം വരുത്തിയ സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26-നാണ്. 2004 ഡിസംബർ 26. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിൻ്റെ ഇപ്പോഴത്തെ പുതിയ പേര് ശ്രീവിജയപുരം എന്നാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം ഏതാണ് വരുന്നത്? ശ്രീവിജയപുരം. ശ്രീവിജയപുരം. പഴയ പേരാണ് പോർട്ട് ബ്ലെയർ എന്നത്. ഉഷ്ണകാലത്ത് കർണാടക തീരത്തും കേരളത്തിലും മഴയ്ക്ക് കാരണമാകുന്ന പ്രാദേശിക കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണകാലത്ത് കർണാടക തീരത്തും കേരളത്തിലും മഴയ്ക്ക് കാരണമാകുന്ന പ്രാദേശിക കാറ്റാണ് മാംഗോ ഷവർ. മാംഗോ ഷവർ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിലും ആസാമിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ആലിപ്പഴ വീഴ്ചയ്ക്കും കാരണമാകുന്ന പ്രാദേശിക കാറ്റ് ഏത്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാൾ അതുപോലെ ആസാമിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ആലിപ്പഴ വീഴ്ചയ്ക്കും കാരണമാകുന്ന പ്രാദേശിക കാറ്റാണ് കാൽബൈശാഖി. കാൽബൈശാഖി. കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ചൈന. ഇംഗ്ലണ്ടും ചൈനയുമാണ് കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ. ഇംഗ്ലണ്ട്, ചൈന. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ആര്? വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകമാണ് ഹെക്ടോ പാസ്കൽ. HPA. ഹെക്ടോ പാസ്കൽ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകമാണ് ഹെക്ടോ പാസ്കൽ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നു. വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ. വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാതങ്ങൾ. സ്ഥിരവാതങ്ങൾ. വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാതങ്ങൾ. മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന ഡാഷ് പദത്തിൽ നിന്നും ഉണ്ടായതാണ്. മൺസൂൺ ഏത് ഭാഷയിലെ വാക്കാണ് എന്നതാണ് ചോദ്യം. ഏതാണ്? അറബിയാണ്. മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന അറബി പദത്തിൽ നിന്നും ഉണ്ടായതാണ്. മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന അറബി പദത്തിൽ നിന്നും ഉണ്ടായത് ആണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കേ ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുടെ കിഴക്കേ ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ചിനൂക്ക് എവിടെയാണ്? റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. അന്തരീക്ഷത്തിൽ വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നവയാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി ഏത്? സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി വേഴ്സായ് ഉടമ്പടിയാണ്. 1919 വേഴ്സായ് ഉടമ്പടിയാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ച ഉടമ്പടി. വേഴ്സായ് ഉടമ്പടി. സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ആരെല്ലാം? സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താനായിട്ട് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചവർ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ എന്നിവരാണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ. സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് എന്നാണ്? ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്.
ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡ്സിലെ ഹേഗാണ്. ഹേഗ്. ലോക വ്യാപാര സംഘടന രൂപം കൊണ്ടത് എന്തിൽ നിന്നാണ്? ലോക വ്യാപാര സംഘടന ഗാട്ടാണ്. ലോക വ്യാപാര സംഘടനയ്ക്ക് മുമ്പുണ്ടായിരുന്ന സംഘടനയാണ് ഗാട്ട്. ലോക വ്യാപാര സംഘടന രൂപം കൊണ്ടത് എന്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഗാട്ട്. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്ന വർഷം. യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്ന വർഷം 1993 1993. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വാങ്കാരി മാതായി ആണ്. വാങ്കാരി മാതായി. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണ. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി രൂപം കൊടുത്ത ഉടമ്പടി ഏത്? ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണ്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായിട്ട് രൂപം കൊടുത്ത ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. മൊണാലിസ എന്ന ചിത്രം ആരുടെ സൃഷ്ടിയാണ്? മൊണാലിസ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ സൃഷ്ടിയാണ് മൊണാലിസ എന്ന ചിത്രം. ഡോൺ ക്വിക്സോട്ട് എന്ന കൃതിയുടെ കർത്താവ്. ഡോൺ ക്വിക്സോട്ട് എന്ന കൃതിയുടെ കർത്താവ് സെർവാൻറ്റസ് ആണ്. സെർവാൻറ്റസ്. ഡോൺ ക്വിക്സോട്ട് എന്ന കൃതിയുടെ കർത്താവ് സെർവാൻറ്റസ്. അധികാരം നീതിയാണെന്ന ഫ്യൂഡൽ മൂല്യവാദി ആശയത്തെ സൂചിപ്പിക്കുന്ന പ്രിൻസ് എന്ന കൃതിയുടെ കർത്താവ്. അധികാരം നീതിയാണെന്ന ഫ്യൂഡൽ മൂല്യവാദി ആശയത്തെ സൂചിപ്പിക്കുന്ന പ്രിൻസ് എന്ന കൃതിയുടെ കർത്താവ് നിക്കോളോ മാക്കിയവെല്ലിയാണ്. നിക്കോളോ മാക്കിയവെല്ലി. ഉട്ടോപ്യ എന്ന കൃതി രചിച്ചത് ഉട്ടോപ്യ സർ തോമസ് മോർ ആണ്. സർ തോമസ് മോർ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആര്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക രചിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോയാണ്. റൂസോ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ്? 1914. ഒന്നാം ലോക മഹായുദ്ധം തകർത്തപ്പോൾ സമാധാന ശ്രമത്തിന്റെ ഭാഗമായി 14 ഇന പരിപാടി തയ്യാറാക്കിയത്. 14 ഇന പരിപാടി തയ്യാറാക്കിയത് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ. 14 ഇന പരിപാടി വുഡ്രോ വിൽസൺ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഹിമാനി ഏത്? മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന ഹിമാനി ഏതാണ്? സിയാച്ചിൻ. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. AB. രക്തത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കുന്നത് അരുണ രക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഏതിൻ്റെ സാന്നിധ്യമാണ്? ആന്റിജനുകളുടെ സാന്നിധ്യമാണ്. ആന്റിജനുകളുടെ സാന്നിധ്യം. രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള ശ്വേതരക്താണുക്കൾക്ക് ഉദാഹരണം. രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള ശ്വേതരക്താണുക്കൾക്ക് ഉദാഹരണമാണ് ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നിവ. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള ശ്വേതരക്താണുക്കളാണ് ന്യൂട്രോഫിൽ, മോണോസൈറ്റ് എന്നിവ. കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നത് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്നാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ.
1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ്? ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് വെല്ലസ്ലി ആണ്. ലോർഡ് വെല്ലസ്ലി. സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനം ഏതാണ്? സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിലെ അടിസ്ഥാനം ദേശീയ വരുമാനമാണ്. ദേശീയ വരുമാനം. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് UNDP ആണ്. UNDP. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവായി അറിയപ്പെടുന്ന റേച്ചൽ കാർസൺ രചിച്ച വിഖ്യാത ഗ്രന്ഥമേത്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? റേച്ചൽ കാർസൺ ആണ്. റേച്ചൽ കാർസൺ രചിച്ച വിഖ്യാത ഗ്രന്ഥമാണ് സൈലന്റ് സ്പ്രിംഗ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല ദാനം. ആരുടെ വാക്കുകളാണിത്? നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല ദാനം. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി മുന്നോട്ട് വെച്ച ആദ്യ വികസ്വര രാജ്യം ഏത്? സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി മുന്നോട്ട് വെച്ച ആദ്യ വികസ്വര രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജനസംഖ്യാ നയം നിലവിൽ വന്നത് 1976 1976. ആരുടെ നേതൃത്വത്തിലാണ് പുതിയ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ കരട് രൂപീകരിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് പുതിയ ദേശീയ ജനസംഖ്യാ നയത്തിന്റെ കരട് രൂപീകരിച്ചത്? ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിലാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ നിലവിലുള്ള ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ നിലവിലുള്ള ദേശീയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നത് 2000 2000. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന പ്രധാന സസ്യവിഭാഗം ഏത്? ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന പ്രധാന സസ്യവിഭാഗമാണ് ആൽഗ. ആൽഗകൾക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ആൽഗകൾക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ലിന്റെ ഏറ്റവും പുറമെയുള്ള നിർജീവമായ കവചം ഏതാണ്? പല്ലിന്റെ ഏറ്റവും പുറമെയുള്ള നിർജീവമായ കവചമാണ് ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്ന പല്ലിന്റെ ആന്തരഭാഗം ഏതാണ്? രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്ന പല്ലിന്റെ ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. ഏതാണ്? പൾപ്പ് ക്യാവിറ്റി. പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല ഏതാണ്? പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന കാൽഷ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ കല ഏത് പേരിൽ അറിയപ്പെടുന്നു? പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ കലയാണ് പൾപ്പ്. ആമാശയ പേശികളുടെ ശക്തമായ ഏത് ചലനമാണ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത്? ആമാശയ പേശികളുടെ ശക്തമായ ഏത് ചലനമാണ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത്? പെരിസ്റ്റാൾസിസ് ആണ്. പെരിസ്റ്റാൾസിസ്. ആമാശയ പേശികളുടെ ശക്തമായ
ഏത് ചലനമാണ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നത്? പെരിസ്റ്റാൾസിസ്. ആഹാരത്തെ ആമാശയത്തിൽ നിന്നും മതിയായ സമയം നിലനിർത്താൻ സഹായിക്കുന്ന പ്രത്യേക തരം പേശി ഏതാണ്? ആഹാരത്തെ ആമാശയത്തിൽ മതിയായ സമയം നിലനിർത്താൻ സഹായിക്കുന്ന പ്രത്യേക തരം പേശി വലയപേശിയാണ്. വലയപേശി. ചെറുകുടലിൽ ആഹാരം ദഹനരസങ്ങളുമായി നന്നായി കലരാൻ സഹായിക്കുന്ന പ്രത്യേക ചലനം ഏതാണ്? ചെറുകുടലിൽ ആഹാരം ദഹനരസങ്ങളുമായിട്ട് നന്നായി കലരാൻ സഹായിക്കുന്ന പ്രത്യേക ചലനമാണ് സെഗ്മെന്റേഷൻ. അവസാനത്തെ ചോദ്യം, ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിനു പകരം ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ അറിയപ്പെടുന്നത് പോർട്ടൽ സിരകൾ എന്നാണ്. പോർട്ടൽ സിരകൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.